Power of certain police officers to seize properties. Any police officer may seize any property which may be alleged or suspected to have. എന്താ കാര്യം? ഒരു കേസിന്റെ കാര്യം പറയാണ്ടായിരുന്നു. കേസിന്റെ കാര്യമൊക്കെ പിന്നീട്. ആദ്യം ഫീസ് എടുക്കുക, ഒരു 500 രൂപ. ദൈവം രക്ഷിച്ച് എന്നെ കണ്ടില്ല. നിനക്കൊല്ലം പറ്റിയോ? ഭാഗ്യം, ബാഹ്യമായിട്ടൊന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ഓട്. ഈ കാലം വെച്ചോണ്ടിനി ഓടാനോ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്ത് കറക്റ്റ്. രാവിലെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്നിറങ്ങിയപ്പോ തൊട്ട് കിട്ടുന്ന ഇടിയാ. എന്നാലും ഒരു പരിചയവുമില്ലാത്ത ആൾക്കാർ വന്നെന്നെ ഇത്രയും ഇടി ഇടിച്ച എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നത്. അവർക്കൊരു അബദ്ധം പറ്റിയതാ. ഇന്ന് ഈ വന്നവരുടെ ഒരു ബന്ധുവിനെ കീഴ്ക്കോടതി ഒരു കേസിന് 3 മാസത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ആ കേസ് ജില്ലാ കോടതിയിൽ വന്നപ്പോ അയാൾക്ക് വേണ്ടി ഞാനാ ഹാജരായത്. ജില്ലാ കോടതി അയാളെ വെറുതെ വിട്ടാ? ഇല്ല, 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. അപ്പൊ അവരെന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. നിനക്ക് വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നു അവർക്ക് ആള് മാറിപ്പോയതാന്ന്? ഞാൻ പറയാനായിട്ട് നാക്കെടുത്തത് മൂക്കടച്ച് അവരൊരിടി. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കേസ് തോറ്റതിന് അവരെന്നെ കാണാൻ ഇവിടെ വരുമ്പോ നീ കസേര കയറി ഞെളിഞ്ഞിരുന്ന് നിയമപുസ്തകം വായിച്ചോണ്ടിരുന്നാ പിന്നെ ഞാനാണെങ്കിലും ഇടിച്ചു പോകും. അതെന്താടേ, വക്കീൽ ഫീസായിട്ട് ഇവിടെ തരുന്ന ഇടിയും തൊഴിയാണോ? കാശായിട്ട് തരാൻ പറയടേ. അല്ല, അതൊക്കെ പോട്ടെ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? അതെ, ഇവിടെ യമകണ്ഠ കുറുപ്പെന്ന ഒരാള് അച്ഛൻ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് ഒരാഴ്ചക്ക് ശേഷം എന്റെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ? അതിന് ഇത്ര നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്തിനാ? അത് നിന്റെ കൂടെ ഒരാഴ്ച വന്ന് ചെലവഴിക്കണമെന്ന് നീ എപ്പോഴും എന്റെ അടുത്ത് പറയാറില്ലേ? ഞാൻ ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തോന്നാറില്ല. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലിറക്കല്ലേ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്താ നിന്റെ ഉദ്ദേശം? അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായിട്ടില്ലല്ലേ? ഒട്ടും വിശ്വാസമായില്ല. ശരി സുശീല, നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞ കാലം നീ ഇത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലായിരുന്നു. ഒരു വലിയ തുക, 1 ലക്ഷം രൂപ, ഈ മുനിസിപ്പാലിറ്റിയിൽ സേഫ് ആയി വെക്കാൻ പറ്റിയ ഒരിടം, ഹരിചന്ദ്രന് വിശ്വാസമുള്ള ഇടം, അത് നിന്റെ വീടായിരുന്നു. സാരമില്ല, വേണ്ട. നമ്മുടെ സ്നേഹം, നമ്മുടെ ബന്ധം എല്ലാം ഒരു സ്വപ്നമായിരുന്നെന്ന് ഞാൻ കരുതിക്കൊള്ളാം. മറവിതൻ മരണത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിരുന്ന ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. സമാധാനമായി. സോറി, ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായിട്ട് വെച്ചേക്കണം. കാരണം വല്ല കടത്തണ്ണയിലും കിടന്നുറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോയാ പിന്നെ അപ്പ കിടന്ന് വിഷമിക്കണ്ടല്ലോ. പക്ഷെ എവിടെയായിരുന്നാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും. പതറരുത്. അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും. സുശീല, ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ, ഒരു ക്രിമിനൽ വക്കീലിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. നീ അത് കാര്യമാക്കണ്ട. 10,000 രൂപ അടങ്ങുന്ന ഈ ബാഗുമായിട്ട് ഈ മുനിസിപ്പാലിറ്റി കള്ളന്മാരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ ഇറക്കി വിടില്ല. നിനക്ക് ഇവിടെ താമസിക്കാം. ഈ വീടിന്റെ വാതിൽ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നിരിക്കും. ഒരു വേണ്ടി ആലുമണപ്പുറത്തും കിടക്കാവുന്നല്ലടാ പഴഞ്ചൊല്ല്. അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. നീ ഇങ്ങോട്ടിരുന്നേ, ഇങ്ങോട്ടിരിക്കേ. നീ ഇങ്ങോട്ടിരിക്കും. ഒരു ചായം കൂടി എടുക്കട്ടെ? ഞാൻ വന്നപ്പോ നീ ഇട്ടുന്നല്ലോ. അത് സാരമില്ല, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ഒരു ചായം കൂടി എടുക്കാം. എന്നാ ജ്യൂസ് എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ വൈകുന്നേരം നമുക്ക് ഇത് വേണം. 2-3 ബോട്ടിൽ വാങ്ങിച്ചോ. ഇപ്പൊ ഇതിരിക്കും. സുശീല, എന്തു പറ്റി? എന്താ പ്രശ്നം? ഒന്നുമില്ല. സത്യം പറ, നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. എന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാണ് നാളെ. നീ ആരെ കൊന്നു? ഞാൻ ആരെയും കൊന്നില്ല. പിന്നെ ഞാൻ വാദിച്ച കേസിന്റെ വിധിയാ നാളെ. നിനക്ക് നിസാരം. എടാ, വിധി പറയുന്നതിന്റെ തലേ ദിവസം ഇരുമ്പഴികളിൽ പിടിച്ച് അന്ധകാരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിയുടെ നെഞ്ചിടിപ്പും അരമതിൽ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഹൃദയത്തുടിപ്പും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുകൂലമായ ജഡ്ജ്മെന്റ് കേൾക്കുമ്പോ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകുന്ന ആത്മപ്രഹർഷം, എന്തോന്ന് ഒരുതരം സന്തോഷം, 1 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്നതിനേക്കാളും മഹത്തരമാണടാ അത്. കൃഷ്ണയ്യരും മള്ളൂരും ഒക്കെ. മള്ളൂരോ? അതൊരു കവിയല്ലേ? അത് ഉള്ളൂര്. ഓ, അങ്ങനെ പേര് മാറ്റിയോ? ഉണ്ടായിരിക്കടാ. ഇവരൊക്കെ തങ്ങളുടെ വാക്ചാതുരി കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച കോടതി മുറിക്കുള്ളിൽ
ദിവസങ്ങളായി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് സുശീലന്റെ വാദമുഖങ്ങൾക്ക് നാളെ തിരശീല വീഴുകയാണടാ. നാളെ ജഡ്ജിയുടെ വായിൽ നിന്നും ആ ശബ്ദം മുഴങ്ങും. എന്നിട്ട് ഉള്ളൂര് ഉള്ളൂരല്ല, നിന്റെ എല്ലിയ ഊരും. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങടാ. അതേ കേട്ടുള്ളെങ്കിലും നിന്റെ കഥ കൊള്ളാം. തീപിടിച്ചു. സുശീല, സുശീല, ഇവിടെ തീപിടിച്ചത്. പൂജയായിരുന്നോ? ആ, എനിക്ക് കോടതി പോകാൻ സമയമായി. അല്ല, ഇന്നെന്താ നിന്റെ പരിപാടി? ആ യമകണ്ഠ കുറിപ്പിനെ ഒന്ന് കാണണം. കിട്ടാനുള്ള കാശിന്റെ കാര്യത്തില് ഒന്ന് ചൂടായി നിന്നില്ലെങ്കിൽ ചിലപ്പോ. വേണം. കിട്ടാനുള്ള കാശ് എത്രയും വേഗം വാങ്ങണം. ആ കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാവണ്ട. പിന്നെ ഇന്നെന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആ പ്രതിയുടെ ബന്ധുക്കളൊക്കെ നല്ല ജിംഖാന കക്ഷികളാ. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നീ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി. അല്ല, ഇന്നലത്തെ സംഭവം ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. കയ്യിലുള്ള പൈസയും കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയേക്കണം. അതാ നല്ലത്. ഓക്കെ? സുശീല, നീ പറഞ്ഞതുപോലെ ആ 10,000 രൂപ ഞാനിങ്ങ് കയ്യിലെടുത്തു. വല്ലാക്കിടിയും പറ്റി അത് കൈമറിഞ്ഞു പോണ്ട. നന്നായി. കുറച്ച് രൂപ സേഫ് ആയിട്ട് വയ്ക്കാൻ ഇവിടെ ഒരു ഇടമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യും, ആ ബാങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ. ക്യാഷ് ആവശ്യമുള്ളപ്പോ ചെക്കായിട്ട് എഴുതിയെടുത്താൽ മതിയല്ലോ. ശരിയാ. അപ്പൊ യമകണ്ഠ കുറിപ്പിന്റെ നിനക്ക് കിട്ടാൻ പോകുന്ന 1,00,000 രൂപയും ബാങ്കിൽ തന്നെ ഇടാം. കറക്റ്റ്. നിനക്ക് ഇന്ന് സമയമില്ലെങ്കിൽ വേണ്ട, 2 ദിവസം കഴിഞ്ഞും മതി. അയ്യോ, ഇന്നെ കൊലക്കേസിന്റെ വിധിയാ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതിങ്ങനെ എപ്പോഴെപ്പോഴും പറയണ്ട. സാറിന് കഴിക്കാൻ എന്താവോ? എനിക്ക് ഒരു പ്ലേറ്റ് മാഗി നൂഡിൽസും 2 ലിജറ്റ് പപ്പടവും. അയ്യോ സാറേ, അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഇല്ല. ഇല്ലേ? പിന്നെന്തുണ്ട്? ഇവിടെ പുട്ടും കടലയും പിന്നെ ഇഡലിയും ദോശയും ചമ്മന്തിയും ഉണ്ട്. എന്നാല് പുട്ടും കടലയും ഇഡലിയും ദോശയും ചമ്മന്തി എടുത്തോളൂ. 2 ഏത്തപ്പഴം കൂടി. മുനാളി ഐവാച്ചന്റെ കിരാത നടപടികൾ പ്രതിഷേധിച്ച് ഐവാൻ ടൈൽ ഫാക്ടറി തൊഴിലാളികൾ ഫാക്ടറി കവാടം പിക്കറ്റ് ചെയ്യുന്നു. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ ശ്രീമാൻ കൊഴിഞ്ഞാമ്പാറ ലോലൻ, ജനലക്ഷങ്ങളുടെ കണ്ണിനുണ്ണിയായ കൊഴിഞ്ഞാമ്പാറ ലോലൻ ഇന്ന് രാവിലെ കൃത്യം 10 മണിക്ക് വിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. ആരായത്? ലോലൻ സാറോ? ചേച്ചി, ഒരു ചായ. അല്ല സാറേ, ഈ പാവം വെച്ചുള്ള കടവെല്ലാം എടുത്ത ഫാക്ടറി തുടങ്ങിയത്. ഇത് തുടക്കത്തിലെ എന്തിനാ മുടക്കുന്നത്? വല്ല പാവങ്ങളും പഴച്ചു പോയിക്കട്ടെ. അത് പിന്നെ കോയിക്കൽ തറവാട്ടുകാർ അവരുടെ നിന്നും ഐവാച്ചൻ ഇവരുടെ നിന്നും പറയുന്ന പ്രസ്തുത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഓട്ട് ഫാക്ടറി അടിസ്ഥാനപരമായി തന്നെ ഒരു തർക്ക വസ്തുവാണ്. അങ്ങനെയുള്ള തർക്കങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു തർക്ക വസ്തുവിൽ ഫാക്ടറി സ്ഥാപിക്കുകയും അതിന്റെ പേരിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ബൂർഷ്വാ പിന്തിരിപ്പൻ നയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ ചായ. ചേച്ചി, ഒരു ചായ എനിക്കും കൂടി. ഇനിയോ? ഇല്ലെങ്കിൽ കാപ്പി മതി. ഓ, വേം വേണം വണ്ടിയെടു. തൊഴിലാളി വർഗത്തിന്റെ കണ്ണിലുണ്ണി കൊഴിഞ്ഞാമ്പാറ ലോലൻ. ഇവനെയൊക്കെ തീറ്റി പോറ്റേണ്ട ജോലിയും ബാക്കിയുള്ളവർക്കാ. എത്രയായി? 18 രൂപ 50 പൈസ. ചില്ലറയില്ലല്ലോ സാറേ. ബാക്കി ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ടൂറിസ്റ്റ് ടാക്സി കിട്ടും. സോ യുവർ ഓണർ, വൺസ് അഗൈൻ ഞാൻ പറയുന്നു, ഈ കൊലക്കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട എന്റെ കക്ഷി വെറും അപരാധിയാണ്. വാട്ട്? നിരപരാധിയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും വാദം കേട്ടതിന് പ്രകാരം ഈ കേസിലെ പ്രതിയായ സത്യനാരായണനെതിരായ കൊലക്കേസ് നിലനിൽക്കത്തക്കതായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആയതിനാൽ ഈ കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി ശിക്ഷ കിട്ടുവാൻ പ്രതി സത്യനാരായണൻ അർഹനാണ്. എങ്കിലും പ്രതിയുടെ പ്രായവും കുടുംബ പ്രാരാബ്ദങ്ങളും പരിഗണിച്ച് പ്രതി മോഷ്ടിച്ച വാഴക്കുലയുടെ വിലയായ 75 രൂപയും കോടതി ചിലവ് 400 രൂപയും വാദിക്ക് കൊടുക്കുവാനായി. ഇതിനാൽ കോടതി ശിക്ഷ